ബോട്സ്വാനയ്ക്കും നമീബിക്കും ഇടയിലൂടെ ഒഴുകുന്ന ചോബെ നദിയിലൂടെ പുലർക്കാലത്ത് ഒരു ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരു ഗെയിം സഫാരിയാണിത്. സഞ്ചാരം ഗ്രൂപ്പിലെ 13 പേരേ ഉള്ളൂ ഈ ബോട്ടിൽ. ബാക്കിയുള്ളവരെല്ലാം മുറികളിൽ കിടന്നുറങ്ങുകയാണ്. നേരം 6:30 ആയിട്ടേ ഉള്ളൂ. എങ്കിലും വെയിൽ തെളിഞ്ഞിരിക്കുന്നു. നല്ല തണുപ്പുമുണ്ട്. മറുവശത്ത് തിട്ടയിൽ കാട്ടുപോത്തുകൾ മേയുന്നു. പലതരം പക്ഷികളുമുണ്ട് ഇവിടെ. ഗ്രാമീണർ എന്തെല്ലാമോ സാധനങ്ങളുമായി അലൂമിനിയം ബോട്ടിൽ കടന്നുപോകുന്നു. രാവിലെ നമീബിയയിൽ നിന്നും ബോട്സ്വാനയിലേക്ക് പോകുന്നവരൊക്കെ ആകാം. ഈ നദിയുടെ അക്കരെ ഇക്കരെ കടക്കുകയെന്നാൽ 2 രാജ്യങ്ങളിലേക്കുള്ള ഗതാഗതമാണ്. സ്പീഡ് ബോട്ടിലും ആളുകൾ ചോബെ നദിയിലൂടെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് കാണാം. പരന്നൊഴുകുകയാണ് ഇവിടെ ചോബെ നദി. അതിന്റെ തീരങ്ങളിൽ ഇങ്ങനെ പല പല റിസോർട്ടുകളുമുണ്ട്. നമീബിയയുടെ ഭാഗത്തെ ഒരു റിസോർട്ടാണിത്. ചോബെ വാട്ടർ വില്ലാസ് എന്നാണ് ഇതിന്റെ പേര്. വലിയൊരു റിസോർട്ടാണ്. റിസോർട്ടിന്റെ പേര് തന്നെയാണ് ഗൈഡ് പറഞ്ഞു തരുന്നതും. ചോബെ വാട്ടർ വില്ലാസ് പോലെ ഈ ഭാഗത്ത് 4-5 റിസോർട്ടുകൾ നമീബിയയ്ക്കുണ്ട്. വെള്ളത്തിലേക്ക് തൂണുകൾ നാട്ടി നിർത്തി പുല്ലുമേഞ്ഞ വില്ലകളാണ്. മനോഹരമായ കോട്ടേജുകൾ. അവിടുത്തെ താമസം രസകരമായൊരു അനുഭവം തന്നെയായിരിക്കും. നദിയുടെ ഒരു ഫ്ലഡ് ബേസിനാണ് ഇവിടം. പ്രളയതടം എന്നു പറയാം. എക്കൽ വന്നടിഞ്ഞ തുരുത്തുകളിൽ നല്ല ഉയരത്തിൽ പുല്ല് വളർന്നു നിൽക്കുന്നു. മീൻ പിടിക്കാൻ പോയവരോ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നവരോ ആയ ആളുകളെ എപ്പോഴും ഈ നദിയിൽ കാണാം. അടിഭാഗം പരന്ന അലൂമിനിയം ബോട്ടുകളാണ് ഇവർ കൂടുതലായി ഉപയോഗിക്കുന്നത്. നദീതീരത്ത് പലയിടത്തും ചില പുൽകെട്ടിടങ്ങൾ കാണാം. വീടുകളോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔട്ട് പോസ്റ്റുകളോ ആകാം. ഞങ്ങൾ രാവിലെ 5:30 തുടങ്ങിയ യാത്രയാണ്. ഇതിനെ ഒരു ഫ്ലോട്ടൽ എന്ന് വിശേഷിപ്പിക്കാം. ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടലാണ്. ഇത്തരത്തിൽ പലതും ഈ ചോബെ നദിയിലുണ്ട്. ആളുകൾക്ക് വന്ന് താമസിക്കാം. ജനറേറ്റർ വെച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. 3-4 മുറികളുണ്ട്. 2 നിലകളാണ്. കിച്ചൺ, ഡൈനിങ് ഏരിയ എന്നിങ്ങനെയെല്ലാം ഇതിനകത്തുണ്ട്. ഇതിൽ ദിവസങ്ങളോളം താമസിക്കാം. വലിയൊരു ഹൗസ് ബോട്ട് പോലെയുണ്ട്. എഞ്ചിൻ ഘടിപ്പിച്ചിട്ടൊന്നുമില്ല. മറ്റു ബോട്ടുകളിൽ കെട്ടിവലിച്ചാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഇതിലൊക്കെ താമസിക്കാൻ ധാരാളം ആളുകൾ വരുന്നുമുണ്ട്. 2-3 കുടുംബങ്ങൾക്ക് സുഖമായി താമസിക്കാം. രാവിലെ 5:30 തുടങ്ങിയ യാത്രയാണെന്ന് പറഞ്ഞുവല്ലോ. ഇപ്പോൾ നേരം 8 മണിയായിരിക്കുന്നു. ഗെയിം ഡ്രൈവ് അവസാനിപ്പിക്കുകയാണ്. ബോട്ട് തിരികെ റിസോർട്ടിന്റെ ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇന്ന് ബോട്സ്വാനയിൽ നിന്നും മടങ്ങുകയാണ്. ബോട്ടിലെ ഗൈഡ് യാത്ര ചെയ്തവർക്ക് നന്ദി പറഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക്കായാണ് ഇവർ കാര്യങ്ങളെല്ലാം ഒരുക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ക്രസ്റ്റ മൊവാന റിസോർട്ടിന്റെ പരിസരമാണിത്. സഞ്ചാരം ഗ്രൂപ്പിലെ മറ്റുള്ളവർ അവിടെയുണ്ട്. ഗ്രൂപ്പ് ഇന്ന് ബോട്സ്വാനയിലെ സഞ്ചാരം അവസാനിപ്പിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് യാത്രയാകും. രാവിലെ 10 മണിക്ക് റിസോർട്ടിൽ നിന്ന് പുറപ്പെടണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിൽ പോയി കുളിച്ച് റെഡിയായി പുറത്തിറങ്ങണം. ബോട്ട് യാത്രയ്ക്ക് എന്റെ കൂടെ വരാത്തവർ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരിക്കും. ഗൈഡ് തന്നെ ബോട്ടിനെ തീരത്തോട് അടുപ്പിച്ചു കെട്ടി. ഒരു ഡ്രൈവറും ഒരു ഗൈഡുമാണ് രാവിലെയുള്ള ഇത്തരം ബോട്ട് സഫാരികളിൽ ഉണ്ടാവുക. വൈകുന്നേരത്തെ ബോട്ട് സഫാരികളിൽ ഭക്ഷണവും ഡ്രിങ്ക്സുമെല്ലാം ഉണ്ടാകും. അതിനനുസരിച്ച് കൂടുതൽ സ്റ്റാഫും ഉണ്ടാവും. രാവിലെയുള്ള ബോട്ട് സഫാരിയിൽ പങ്കെടുക്കുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവായിരിക്കും. എന്നാൽ ജീപ്പ് സഫാരി ആണെങ്കിൽ അതിന് കൂടുതൽ ആളുകൾ ഉണ്ടാകും. ഇന്നലെ ഞങ്ങൾ വനത്തിലൂടെ ജീപ്പ് സഫാരിയാണ് നടത്തിയത്. ജെട്ടിയിൽ നിന്ന് തിരികെ റിസോർട്ടിന്റെ മുറ്റത്തേക്ക് കയറി. മനോഹരമായ ആംബിയൻസ് ആണിവിടെ. വനത്തിന്റെ ഫീൽ പൂർണ്ണമായും നൽകുന്ന ഒരു സ്ഥലം. ആ ഫീലോടെ ജീവിക്കാൻ പറ്റും വിധം ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ കെട്ടിടങ്ങൾ. 1993 പണിതതാണ് ഇത്. ഒരു കുരങ്ങൻ പുല്ലുമേൽക്കൂരയിലൂടെ എന്തോ തേടി നടക്കുന്നു. ഇതൊക്കെ ഇവിടെ നിത്യ കാഴ്ചയാണ്. വനത്തിലെ റിസോർട്ട് എന്ന പേര് മാത്രമല്ല, സജീവമായ വനം തന്നെയാണ് ഇവിടം. ഏത് സമയത്തും എവിടേക്ക് നോക്കിയാലും എന്തെങ്കിലും ഒരു വന്യമൃഗത്തെ കാണാം. ഞാൻ മുറിയിൽ പോയി കുളിച്ച് റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബാവോബാബ് മരത്തിനപ്പുറം അങ്ങേയറ്റത്ത് കാണുന്ന കെട്ടിടഭാഗത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അവിടെയായിരിക്കും. ലഞ്ചാകട്ടെ പൂളിന്റെ കരയിലുള്ള കെട്ടിടങ്ങളിലും.
പ്രകൃതിയുമായി പൂർണ്ണമായും ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. 108 ലക്ഷറി മുറികളും 4 സ്വീറ്റ് റൂമുകളുമാണ് ഇവിടെയുള്ളത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുറിയിൽ പോയി ലഗേജ് എടുത്ത് റിസപ്ഷനിലെത്തി കീ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോഴേക്കും സഞ്ചാരം ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം അവിടെ ലഗേജുമായി എത്തിയിട്ടുണ്ട്. ചെക്കൗട്ട് പ്രോസസ് പെട്ടെന്ന് കഴിയും. താക്കോൽ കൊടുത്താൽ മതി. സഞ്ചാരം ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർ ഇവിടെ നിന്നും നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ട് അടുത്തു തന്നെയാണ്. അതിനായി 4 മിനി വാനുകൾ വന്നിട്ടുണ്ട്. ലഗേജ് കൊണ്ടുപോകുന്നതിനായി ഒരു ട്രെയിലറും മിനി വാനിന് പുറകിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലെ 37 പേർ 4 വണ്ടികളിലായി കയറി. ഞാൻ ഇവിടെ വെച്ച് പിരിയുകയാണ്. ഇവർ ഇനി കസാനയിലെ എയർപോർട്ടിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകും. തുടർന്നുള്ള 7 ദിവസം ജോഹനാസ്ബർഗ് മുതൽ കേപ്പ് ടൗൺ വരെയുള്ള ദക്ഷിണാഫ്രിക്കയുടെ നഗരങ്ങളിലെല്ലാം അവർ സന്ദർശിക്കുന്നുണ്ട്. ദീർഘമായ ഒരു യാത്രയാണ് ഇനിയും ഇവരുടേത്. ഞാനാകട്ടെ ഇവിടെ വെച്ച് കൂട്ടം പിരിയുകയാണ്. നാട്ടിലേക്ക് മടങ്ങാനാണ് തീരുമാനം. ഇന്ന് ഇവിടെ നിന്ന് സിംബാബ്വേയിലേക്ക് മടങ്ങും. ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നവരെ യാത്രയാക്കി. 4 മിനി വാനുകളും അകന്നുപോയി. സംഘത്തിലുള്ളവരെ പറഞ്ഞുവിട്ട് തിരികെ ഞാൻ റിസപ്ഷനിലേക്ക് എത്തിയപ്പോഴേക്കും എന്നെ കാത്ത് ഇവിടെ ഒരാളുണ്ട്. ഇദ്ദേഹം എന്നെ സിംബാബ്വേയുടെ ബോർഡറിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബോട്സ്വാനയുടെയും സിംബാബ്വേയുടെയും അതിർത്തി വരെ എത്തിക്കും. അവിടെ സഞ്ചാരം ടൂറിന്റെ വിക്ടോറിയ ഫാൾ സിറ്റിയിലെ പാർട്ട്ണർ കമ്പനിയിലെ ക്രൈ ഫേസ് വണ്ടിയുമായി കാത്തുനിൽപ്പുണ്ടാവും. ഒരു സഫാരി വണ്ടിയാണ് ഒരുങ്ങി നിൽക്കുന്നത്. യാത്ര പുറപ്പെടുന്നതിനു മുൻപ് ഡ്രൈവർ ആരോടൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പുറകിൽ തന്നെ കയറി. വണ്ടിയുടെ പുറകുഭാഗത്ത് കുറച്ചുകൂടി ഉയരമുണ്ട്. അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത് രസമാണ്. ബോർഡറിലേക്ക് പോവുകയാണെന്നും ഒരു 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്നുമൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ബോർഡറിൽ വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് പ്രതീക്ഷയെന്നും പറയുന്നു. ക്രെസ്റ്റ മൊവാന എന്ന റിസോർട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അവരുടെ ഗംഭീരമായ പ്രോപ്പർട്ടിയുടെ ഉള്ളിലൂടെ തന്നെയാണ് ഈ പോകുന്നത്. വളരെ വിശാലമായ പ്രോപ്പർട്ടിയാണ് ക്രെസ്റ്റ മൊവാനയുടേത്. ഇതാണ് അതിന്റെ അതിര്. 100 കണക്കിന് ഏക്കർ സ്ഥലമുണ്ട് ഇവർക്ക്. ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി. റിസോർട്ടിന്റെ റോഡരികിലെ എൻട്രൻസ് ഇവിടമാണ്. മൊവാന എന്ന വലിയ ബോർഡ്. മൊവാന പ്രോപ്പർട്ടിയുടെ ഉടമകളാണ് ക്രെസ്റ്റ ഗ്രൂപ്പ്. വലിയൊരു ബാവോബാബ് മരവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കസാനെ എന്ന പട്ടണത്തിന്റെ പ്രാന്തഭാഗമാണ് ഇവിടമൊക്കെ. ധാരാളം റിസോർട്ടുകൾ ഇവിടെയുണ്ട്. ചിലതൊക്കെ പൂട്ടിപ്പോയതായും കാണാം. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമായിരിക്കാം. ചില ഗോഡൌണുകളും പാർക്കിംഗ് യാർഡുകളുമെല്ലാം കാണുന്നുണ്ട്. 9,000-ലധികം ആളുകൾ വസിക്കുന്ന ഒരു പട്ടണമാണ് കസാനെ. വനത്തിന് നടുവിൽ വസിക്കുന്ന അത്രയും ആളുകൾക്കുള്ള ഫെസിലിറ്റികൾ, ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. എങ്കിലും കൂടുതൽ ഭാഗവും വനം തന്നെയാണ്. അതിനിടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളോ വലിയ റിസോർട്ടുകളോ കാണാം. കസാനയുടെ ഏറ്റവും അടുത്തുള്ള ബോട്സ്വാനയിലെ വലിയ പട്ടണം ഫ്രാൻസിസ് ടൗൺ ആണ്. ഈ രാജ്യത്തെ തന്നെ 2ാമത്തെ വലിയ പട്ടണമാണത്. ഇവിടെ നിന്നും ഏതാണ്ട് 500 കിലോമീറ്റർ അകലെയാണ് ഫ്രാൻസിസ് ടൗൺ. വലിയ സൂപ്പർ മാർക്കറ്റുകളും ഫർണിച്ചർ ഷോറൂമുമെല്ലാം ഉണ്ട് ഈ കസാനെ പട്ടണത്തിൽ. ഒരു ആധുനിക നഗരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും. ഓസ്ട്രേലിയയുടെയോ USA-യുടെയോ ഉൾനാടുകളിലെ ചെറുപട്ടണങ്ങളിൽ കാണുന്ന നിലവാരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകളും സ്ഥാപനങ്ങളുമൊക്കെയാണ് ഈ ആഫ്രിക്കൻ പട്ടണത്തിലും കാണുന്നത്. ഒരു ഭാഗത്തേക്കെത്തുമ്പോൾ വലിയ വാഴത്തോപ്പ് കാണാം. ശരിക്കും ഒരു കാർഷിക പ്രദേശമല്ല കസാനെ. എങ്കിലും ചെറിയ തോതിൽ കൃഷി നടക്കുന്നുണ്ട്. പച്ചക്കറി വിളവെടുക്കുകയാണ് ആ കൃഷിയിടത്തിൽ. ഇതൊക്കെയുണ്ടെങ്കിലും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ടൂറിസത്തെ ഉപജീവിച്ചാണ് കഴിയുന്നത്. റിസോർട്ടുകളിലെ ജീവനക്കാരായും സഫാരി വാഹനങ്ങളിലെ ഡ്രൈവർമാരായും ഗൈഡുകളായുമൊക്കെ അവർ ജോലി ചെയ്യുന്നു. ഈ രംഗത്ത് മികച്ച പരിശീലനം ലഭിച്ചവരാണവർ. ഇദ്ദേഹമൊക്കെ അതിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ. ഞങ്ങൾ ബോട്സ്വാന സിംബാബ്വെ ബോർഡറിലേക്കാണ് പോകുന്നത്. 20-25 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ഇങ്ങനെ പോകവേ ബോട്സ്വാനയുടെ ഒരു ചരിത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാന ഗോത്രക്കാരുടെ നാടാണ് ബോട്സ്വാന. 30,000 വർഷം മുൻപ് മുതൽ തന്നെ ഇന്നാട്ടിൽ വസിക്കുന്ന ശക്തമായ ഗോത്രമാണ് സ്വാന. സ്വാനകളുടെ നാട് എന്നാണ് ബോട്സ്വാന എന്ന രാജ്യനാമത്തിന്റെ അർത്ഥം തന്നെ.
19-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്യർ ഇവിടെ എത്തുന്നത്. ആദ്യം വന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പിന്നാലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇംഗ്ലീഷുകാരെ ഭയന്ന് നാടുവിട്ട ഡച്ച് വംശജരായ ബോവറുകളും വന്നു. ബോവറുകൾ സ്വാന ജനതയെ അവരുടെ വാസയിടങ്ങളിൽ നിന്നും ഓടിക്കാൻ തുടങ്ങി. തുടർന്ന് സ്വാനകൾ ബ്രിട്ടന്റെ സഹായം അഭ്യർത്ഥിച്ചു. അത് ഇവിടം ബ്രിട്ടന്റെ കോളനിയായി തീരുന്നതിന് കാരണവുമായി. എങ്കിലും ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായും വഴങ്ങിയല്ല സ്വാനകൾ ജീവിച്ചത്. അതിനാൽ അടിമക്കച്ചവടം പോലുള്ള പരിപാടികളൊന്നും ഇവിടെ നടന്നുമില്ല. 1940-60 കാലത്ത് ആഫ്രിക്കൻ കോളനികളിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തമായി. ബോട്സ്വാനയിലും സ്വാതന്ത്ര്യ പ്രക്ഷോഭം തുടങ്ങി. അങ്ങനെ 1966 ബ്രിട്ടൻ ബോട്സ്വാനയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നോളം കൃത്യമായ രീതിയിൽ ഭരണം നടക്കുന്ന നാടാണിത്. രാജ്യത്തുള്ള വജ്ര നിക്ഷേപമാണ് ഇവരെ സമ്പന്നതയിലേക്ക് വളർത്തിയത്. ആഫ്രിക്കയിലെ മുതലാളിത്ത രാജ്യമായാണ് ബോട്സ്വാന അറിയപ്പെടുന്നത് തന്നെ. ഇതൊക്കെയാണെങ്കിലും എയ്ഡ്സ് എന്ന മഹാമാരി പിടിച്ചുലച്ച രാജ്യമാണിത്. 1990-കളിൽ വർഷം തോറും 15,000 മുതൽ 20,000 പേർ വരെയാണ് ഇവിടെ എയ്ഡ്സ് ബാധിച്ച് മരിച്ചിരുന്നത്. 2000 ആണ്ടിൽ ഈ രാജ്യത്തെ 37% ജനങ്ങളും HIV ബാധിതരായിരുന്നു. അതിപ്പോൾ 20% കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും 3000 മുതൽ 4000 പേർ വരെ ഓരോ വർഷവും ഇവിടെ എയ്ഡ്സ് ബാധിതരായി മരിക്കുന്നുണ്ട്. സ്വാന ഗോത്രക്കാരാണ് ബോട്സ്വാനയിലെ ജനങ്ങളിൽ 79%. കലങ്ക, സാൻ എന്നിങ്ങനെ ചില എത്നിക് ഗ്രൂപ്പുകളുമുണ്ട് ഇവിടെ. വൈറ്റ് ആഫ്രിക്കൻസ് എന്നറിയപ്പെടുന്ന വെള്ളക്കാരാണ് ജനസംഖ്യയിൽ 3%. പിന്നെ ഗാബറോൺ പോലുള്ള നഗരങ്ങളിൽ ഇന്ത്യൻ വംശജരുമുണ്ട്. ലോകത്ത് ഏറ്റവും ചെറിയ ഒരു രാജ്യാതിർത്തിയുള്ള നാടെന്ന പ്രത്യേകത ബോട്സ്വാനയ്ക്കുണ്ട്. വെറും 180 മീറ്റർ മാത്രമാണ് ഇവരും സാംബിയയും തമ്മിലുള്ള രാജ്യാതിർത്തിയുടെ നീളം. ഭൂമിക്കടിയിലുള്ള ഡയമണ്ടിന്റെ സമൃദ്ധമായ നിക്ഷേപമാണ് ബോട്സ്വാനയെ ആഫ്രിക്കയിലെ സമ്പന്ന രാഷ്ട്രമാക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം ഡയമണ്ട് ഖനനം ചെയ്യുന്നത് ഈ രാജ്യത്താണ്. ലോകത്ത് ഏറ്റവും അധികം ഡയമണ്ട് ശേഖരം കണ്ടെത്തിയ ഒറ്റ ഖനിയുള്ളതും ഇവിടെ തന്നെ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ദരിദ്ര രാജ്യമായിരുന്നു ബോട്സ്വാന. ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ പോലെ ബോട്സ്വാനയ്ക്ക് വലിയ സാമ്പത്തിക പുരോഗതി നൽകി ഡയമണ്ട്. ഞങ്ങൾ ബോട്സ്വാന സിംബാബ്വെ അതിർത്തിയിലേക്കെത്തി. കുറെ ചരക്ക് ലോറികൾ കാത്തുകിടക്കുന്നു. നേരെ മുന്നിൽ കാണുന്നതാണ് അതിർത്തി ചെക്ക് പോസ്റ്റ്. ബോട്സ്വാനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്ക് വലിയ പ്രശ്നമില്ല. പാസ്പോർട്ടിൽ ഒരു എക്സിറ്റ് സീൽ അടിച്ചു കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് സിംബാബ്വെയുടെ ബോർഡറിൽ ചെന്ന് ഇമിഗ്രേഷൻ പ്രോസസ് എല്ലാം പൂർത്തിയാക്കണം. ഇത്തരം വാഹനങ്ങളിലും ടൂറിസ്റ്റുകൾ ആഫ്രിക്കയിലൂടെ യാത്രകൾ നടത്തുന്നുണ്ട്. ബോട്സ്വാനയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ 2 തവണ സിംബാബ്വെയിൽ കയറാനുള്ള വിസ എടുത്തിരുന്നു. ഡബിൾ എൻട്രി വിസ. അതിന് $45 ചാർജ്. അതുള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും ഒന്നുകൂടി സിംബാബ്വെയിലേക്ക് കയറാനാവും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നീണ്ട ക്യൂ ആണ്. രാവിലെ ഒട്ടേറെ പേർ ബോട്സ്വാനയിൽ നിന്ന് സിംബാബ്വെയിലേക്ക് പോകുന്നുണ്ട്. സായിപ്പുമാരുടെ നീണ്ട ക്യൂ. 100 പേരെങ്കിലുമുണ്ട് എന്റെ മുന്നിൽ. ഷെൽട്ടർ പോലുമില്ല. വെയിലത്ത് 1 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. എങ്കിലും ഓഫീസിലെത്തിയപ്പോൾ പെട്ടെന്ന് കാര്യം നടന്നു. പുറത്തിറങ്ങുമ്പോൾ അവിടെ ക്രൈഫേസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സഞ്ചാരത്തിന്റെ ഇവിടുത്തെ പാർട്ട്ണർ കമ്പനിയുടെ പ്രതിനിധിയായ ക്രൈഫേസ്. അദ്ദേഹത്തോടൊപ്പം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടന്നു. ഞാനിപ്പോൾ വീണ്ടും സിംബാബ്വെയിലേക്ക് കയറിയിരിക്കുന്നു. സിംബാബ്വെയിലെ വിക്ടോറിയ ഫാൾസ് എയർപോർട്ടിൽ നിന്ന് വേണം എനിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ. അല്ലെങ്കിൽ പിന്നെ ബോട്സ്വാനയുടെ തലസ്ഥാനമായ
ഗാബറോണിൽ നിന്ന് എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിൽ കയറാനാവൂ. കസാനയിൽ നിന്നും ഏതാണ്ട് 12 മണിക്കൂർ യാത്ര ചെയ്യണം ഗാബറോണിലേക്ക്. സൗത്ത് ആഫ്രിക്കയുടെ ബോർഡറിലാണ് ആ നഗരം. അതിനേക്കാൾ എളുപ്പം 1 മണിക്കൂർ കൊണ്ടെത്തുന്ന വിക്ടോറിയ ഫാൾസ് എയർപോർട്ടിൽ നിന്നും വിമാനം കയറുന്നതാണല്ലോ. ഇനിയൊരു 75 കിലോമീറ്റർ ഓടിയാൽ വിക്ടോറിയ ഫാൾസ് സിറ്റിയിലെത്തുമെന്നാണ് ക്രൈഫേസ് പറയുന്നത്. ആ 75 കിലോമീറ്ററും പോകുന്നത് സാംബസി നാഷണൽ പാർക്കിലൂടെയാണ്, വനത്തിലൂടെ. ഗ്രാമീണരൊന്നും അധികം യാത്ര ചെയ്യുന്ന റൂട്ടല്ല ഇത്. രാജ്യങ്ങൾ കടന്നുപോകുന്ന ടൂറിസ്റ്റുകളാണ് ഇതുവഴിയുള്ള യാത്രക്കാരിൽ കൂടുതലും. നല്ലൊരു ടൂറിസ്റ്റ് സർക്യൂട്ടാണിത്. വിക്ടോറിയ ഫാൾസും സാംബസി നാഷണൽ പാർക്കും ചോബെ നാഷണൽ പാർക്കുമെല്ലാം ഉൾപ്പെടുന്ന ഒരു റൂട്ട്. ധാരാളം ടൂറിസ്റ്റുകൾ ഓരോ വർഷവും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ തന്നെ 20ഓളം ബസ്സുകൾ ടൂറിസ്റ്റുകളുമായി കടന്നു പോകുന്നത് കണ്ടിരുന്നു. തന്റെ ജീവിതകഥയാണ് ക്രൈഫേസ് പറയുന്നത്. വിക്ടോറിയ ഫാൾസ് സിറ്റിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ടോങ്ക ഗോത്രത്തിൽപ്പെട്ടവരാണിവർ. Are the ones who were named after the gorge of Victoria Falls, the Patoka Gorge. So that's home in Victoria Falls. ഇദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. What about your family? My family stays in Victoria Falls. Yes, we stay together with my family. ക്രൈഫേസിന് ഭാര്യയും 4 ആൺമക്കളുമുണ്ട്. Yes, I have kids. I got 4 boys. I'm a father of boys only. മൂത്തവന് ടൂറിസം ഇൻഡസ്ട്രിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം. He's studying. He also want to join the tourism industry. Want to be a guide as well. ടൂർ ഗൈഡ് ആവുകയാണ് ലക്ഷ്യം. He's sitting up for examination this coming September. മറ്റു മക്കളും സ്കൂളിൽ പഠിക്കുന്നു. ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട്. Yeah, my wife works. Yeah, she's a chef. അവർ ഒരു ഷെഫാണ്. Yeah, my wife she's a chef. She works ടൂറിസം മേഖലയിൽ തന്നെ. One of the leading companies as well. ഒരു റിസോർട്ടിലെ ഷെഫാണ്. Yeah, he's working at the lodge. അച്ഛനമ്മമാരും ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവർ ഇവിടെ തന്നെയായിരുന്നു. അമ്മ ഇപ്പോൾ കരീബ എന്ന സ്ഥലത്താണുള്ളത്. വിക്ടോറിയ ഫാൾസിലെ ടൂറിസം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. കോവിഡിന് ശേഷം വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടത്രേ. COVID pandemic was the one which has actually disturbed the movements of the people. But after the ടൂറിസത്തിൽ ഇവർ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇതും ധാരാളം മൃഗങ്ങളുള്ള വനമാണ്. പുലർച്ചെയും വൈകുന്നേരവുമാണ് ഗെയിം ഡ്രൈവിംഗിനായി ടൂറിസ്റ്റുകൾ ഈ വനത്തിലേക്ക് എത്തുക. സിംബാബ്വേയിലെ റിസോർട്ടുകളൊക്കെ നടത്തുന്നത് ആരാണെന്ന് ഞാൻ ചോദിച്ചു. സിംബാബ്വേക്കാർ തന്നെയാണോ? സിംബാബ്വിയൻ പൗരന്മാർ തന്നെയാണ്. പക്ഷേ അവർ വെള്ളക്കാരുമാണ്. ഹരാരയിലും മറ്റും ഉള്ളവരാണവർ. ബിസിനസിനായി വിക്ടോറിയ ഫാൾസിലേക്ക് എത്തിയതാണ്. ഇങ്ങനെ കാണുമ്പോൾ വരണ്ട പ്രദേശം പോലെ ഉണ്ടെങ്കിലും ഒട്ടനവധി മൃഗങ്ങളുടെ ആവാസ ഇടമാണിത്. എങ്കിലും ചോബെ നാഷണൽ പാർക്കിൽ ഉള്ളത്ര മൃഗങ്ങൾ ഇവിടെയില്ല. ചോബയിലെ ജലസാന്നിധ്യവും നദിയുടെ ഡെൽറ്റ പ്രദേശത്തെ സമൃദ്ധമായ തീറ്റയുമൊക്കെയാണ് അതിന് കാരണം. റിക്രിയേഷണൽ വണ്ടികൾ കടന്നുപോകുന്നു. ക്രൈഫേസും ഞാനും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ നിന്നും ഇടത്തോട്ടു പോയാൽ കുറച്ചകലെയായി സാംബസി നദി ഒഴുകുന്നുണ്ട്. നദിയിൽ നിന്നും അല്പം മാറി ഉയർന്ന ഭാഗത്തുകൂടിയാണ് ഈ റോഡ്. പൊതുവെ നല്ല റോഡാണെങ്കിലും ചിലയിടത്ത് കുഴികളുമുണ്ട്. ഒരിടത്തെത്തുമ്പോൾ മുന്നിൽ ഏതാനും വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ അങ്ങകലെ ആനയും ജിറാഫുമൊക്കെയുണ്ട്. ഇവിടെ നിന്ന് വ്യക്തമായി കാണാനാവുന്നില്ല. 1,40,000 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വനമാണ് സാംബസി നാഷണൽ പാർക്ക്. സിംഹവും ആനയും ഉൾപ്പെടെ ബിഗ് 5 ഗണത്തിലെ എല്ലാ മൃഗങ്ങളുമുള്ള വനമാണ് ഇത്. ഈ വനത്തിൽ ചില ഗ്രാമങ്ങളുണ്ട്. അത്തരമൊരു ഗ്രാമം കഴിഞ്ഞ ദിവസം ഞാൻ സന്ദർശിച്ചിരുന്നു. വിചിത്ര രൂപമുള്ള വാഹനങ്ങൾ ടൂറിസ്റ്റുകളുമായി പോകുന്നു. സഫാരി വാഹനങ്ങളും റോഡിലുണ്ട്.
ഇന്ന് വിക്ടോറിയ ഫാൾസ് സിറ്റിയിലെ ഒരു റിസോർട്ടിൽ താമസിക്കാനാണ് എന്റെ പദ്ധതി. നാളെ ഉച്ചയ്ക്കാണ് എത്യോപ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ്. ഇന്ന് ഉച്ചയാവുമ്പോഴേക്കും റിസോർട്ടിലെത്തും. ഉച്ച കഴിഞ്ഞ് ചില കാഴ്ചകളിലേക്കെല്ലാം പോകാനാണ് തീരുമാനം. അതിനുള്ള ചില അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. വഴിയിൽ കുറെ ജോലിക്കാരുണ്ട്. വനം വകുപ്പിന്റെയോ മരാമത്ത് വകുപ്പിന്റെയോ തൊഴിലാളികളാവാം. ടൂറിസ്റ്റുകളുമായി വാഹനങ്ങൾ നിരന്തരം പോകുന്നു. കാടിന് നടുവിലൂടെ നീണ്ടുപോകുന്ന പാത. കഴിഞ്ഞ ദിവസം താമസിച്ച എലിഫന്റ് ഹിൽ റിസോർട്ടിലല്ല ഇന്ന് എന്റെ താമസം. ബയേറ്റെ ലോഡ്ജ് എന്ന മറ്റൊരു പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. വിക്ടോറിയ ഫാൾസ് സിറ്റിയുടെ പുറത്താണത്. വ്യത്യസ്തമായ ഒരു റിസോർട്ടാണ്. അവിടേക്ക് സഞ്ചാരം തുടർന്നു. 2 o'clock.